മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. കളക്ടർ അവിടെ എത്തി കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നേരത്തെ പ്രതിഷേധം നടന്നിരുന്നത്. നാട്ടുകാർ കടുത്ത പ്രതിഷേധം ഉയർത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ പ്രേക്ഷകർ കാണുന്നത്. മരിച്ച അജീഷിന്റെ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുന്നു. എവിടെ പോയി DFO എന്ന് മുദ്രാവാക്യത്തിലൂടെ വിളിക്കുന്നുണ്ട് നാട്ടുകാർ. നാട്ടുകാർ ഒരുമിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മരിച്ച അജീഷിന്റെ മൃതദേഹവുമായിട്ടാണ് പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. സർക്കാർ സംവിധാനങ്ങളൊക്കെ പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഇനിയും ഒരു അനുഭവം ആവർത്തിക്കരുത് എന്ന് മുദ്രാവാക്യത്തിലൂടെ അറിയിച്ച് സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. കമലുണ്ട്. കമൽ, മൃതദേഹവുമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. എന്തൊക്കെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു നാട്ടുകാർ? മാനന്തവാടി നഗരത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ജില്ലാ കലക്ടർ നേരിട്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. പ്രതീക്ഷ, നമുക്കറിയാം ഈ തണ്ണീർക്കൊമ്പന്റെ വിഷയങ്ങളുണ്ടായി. വനമന്ത്രി എന്ന് പറയുമ്പോൾ വയനാട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി കൂടിയാണ്. ഓരോ മന്ത്രിമാർക്കും ഓരോ ജില്ലയുടെ ചുമതലയുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലേക്ക് വയനാട്ടിൽ നിന്ന് ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ അതിരൂക്ഷമായ വിമർശനമാണ് വനമന്ത്രിക്കെതിരെ നിയമസഭയിൽ ഉന്നയിച്ചത്. അദ്ദേഹം ഇവിടുത്തെ ചാർജ് കൂടി വഹിക്കുന്നു. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ചുമതല മാറ്റണമെന്ന് വരെ MLA ആവശ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഏത് തരത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെട്ടു? ഈ പറയുന്ന സാങ്കേതിക കാര്യങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ കോർഡിനേഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഒരുപക്ഷെ വനം മന്ത്രി തന്നെ നേരിട്ട് ജില്ലയിലെത്തിയത് വിശദീകരിക്കേണ്ട സാഹചര്യമാണുള്ളത്. വാച്ചർമാരെ പിരിച്ചുവിടുന്ന ഉത്തരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വളരെ പരിചയസമ്പന്നരായ വാച്ചർമാർ, അവർ സ്ഥിരം ജീവനക്കാരല്ല, അവർക്ക് റിട്ടയർമെന്റ് ഏജ് ഇല്ല. അവരെ ഇത്ര വയസ്സിന് മുകളിലുള്ളവരെ മുഴുവൻ പിരിച്ചുവിടൂ എന്ന് പറഞ്ഞ് വിചിത്രമായ ഒരു ഉത്തരവ് വരെ പുറപ്പെടുവിച്ച മന്ത്രിയാണ്. പല സ്ഥലത്തും പരിചയസമ്പന്നരായ വാച്ചർമാരില്ല. വാച്ചർമാരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. വാച്ചർമാരാണ് ഒരു ആന നാട്ടിലിറങ്ങിയാലൊക്കെ ആദ്യം മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നതും ആനയെ തുരത്തേണ്ടതൊക്കെ വനം വാച്ചർമാരാണ്. നമുക്ക് അന്വേഷിച്ചാൽ അറിയാം, കേരളത്തിലെ എത്രയോ പരിചയസമ്പന്നരായ താൽക്കാലിക വന വാച്ചർമാരെ രാഷ്ട്രീയ ഇടപെടലിലൂടെ പിരിച്ചുവിട്ട് അവരൊക്കെ വീട്ടിലിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇത്തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇതൊക്കെ രൂക്ഷമാക്കുന്ന നടപടികളാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. 2 ആഴ്ച മുൻപാണ് മന്ത്രിയുടെ പാർട്ടിക്കാരടക്കം വയനാട്ടിൽ നിന്ന് പോയി വനം മേധാവിയുടെ ഓഫീസിന് മുന്നിൽ ഒരു വിചിത്രമായ സമരം നടത്തുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. അത് ഞാൻ തന്നെ ചോദിച്ചതാണ്, വനം മന്ത്രിയാണോ മേധാവിയാണോ വലുത് എന്ന്. അത്തരത്തിൽ ഉള്ള ഇടപെടലൊക്കെയാണ് രാഷ്ട്രീയ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടാകുന്നത്. അതിന് മുൻപ് ഇത് ശാശ്വതമായ പരിഹാരം വേണം. അല്ലെങ്കിൽ ഈ തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയതിന് ശേഷം ഈ 2 വനംവകുപ്പുകളും തമ്മിലുള്ള ഒരു ഏകോപനത്തിന് വേണ്ടി എന്ത് ചെയ്തു സർക്കാർ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. കാരണം ഇവിടെ നിന്ന് ആകെ ആ പോസ്റ്റ്മോർട്ടത്തിന് 3 ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ പോയതല്ലാതെ എന്തെങ്കിലും ഒരു യോഗം കൂടാനോ അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ ഇടപെടാനോ സർക്കാർ തലത്തിൽ ഇടപെടാനോ എന്തെങ്കിലും ശ്രമം ഉണ്ടായോ എന്ന ചോദ്യമാണ് ഇവിടെ നിന്ന് ഉയരുന്നത്. അതോടൊപ്പം ഈ ആനയുമായി ബന്ധപ്പെട്ട് ഈ ആന ഇറങ്ങിയതിന് ശേഷം എന്ത് നടപടി വനം വകുപ്പ് സ്വീകരിച്ചു? റവന്യൂ വകുപ്പുമായി കോർഡിനേറ്റ് ചെയ്തോ? നഗരസഭയുമായി കോർഡിനേറ്റ് ചെയ്തോ? ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം എന്തൊരുക്കി? അതൊക്കെയാണ് ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. പ്രജീഷ്. കമൽ, അടിമുടി അനാസ്ഥയാണ് എവിടെയും പ്രകടമാകുന്നത്. വനം മന്ത്രി എവിടേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു ജനങ്ങൾ. വനം മന്ത്രി നേരിട്ടെത്തണം, കളക്ടർ നേരിട്ടെത്തണം. ഇനിയെങ്കിലും എത്തിയില്ലെങ്കിൽ അത് അവരോട് ചെയ്യുന്ന ഒരു പാതകം തന്നെയാണ്.
വയനാടിന്റെ ചാർജുള്ള മന്ത്രി ആണെന്ന് ഓർക്കണം. ഒന്നുകിൽ ഈ വകുപ്പേ ഈ മന്ത്രി ഒഴിയേണ്ടതാണ്, എന്നേ ഒഴിയേണ്ടതാണ്. കാരണം തികഞ്ഞ പരാജയമായിട്ട് ഒരു മന്ത്രി ആ സ്ഥാനത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ജീവന് പോലും ഒരു പക്ഷേ ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വനമന്ത്രി നേരിട്ട് എത്തണം, എത്തി കാര്യങ്ങൾ ഇടപെടണം, അവരെ സ്വാന്തനിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. തീർച്ചയായും DFO ഒക്കെ തന്നെ അവിടേക്ക് എത്തേണ്ടതുണ്ട്. കമൽ, ഈ ആനയെ ഇനി നമ്മൾ ഈ ജനവാസ മേഖലയിൽ നിന്നും തുരത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അതിന് എപ്പോൾ സാധ്യമാകും? അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏകോപിപ്പിച്ചിട്ടുണ്ടോ? ദൗത്യസംഘം ഇതിനായി അവിടേക്ക് എത്തുമോ? പ്രജീഷ്, ഈ ആനയെ ഓടിക്കുന്നത് വനം വാച്ചർമാരും വനംവകുപ്പ് ജീവനക്കാരും ഉൾപ്പെട്ട സംഘമാണ്. ദൗത്യസംഘം എത്തിയോ എന്ന കാര്യത്തിൽ എനിക്ക് സ്ഥിരീകരണമില്ല. ദൗത്യസംഘം സാധാരണ പക്ഷേ മയക്കുവെടിയുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ ഉള്ള കാര്യത്തിനാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പ്രത്യേക ദൗത്യസംഘം എത്താറ്. ആനയെ ഡ്രൈവ് ചെയ്യാനും ഒരുപക്ഷെ അവർ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടാകും. എനിക്ക് ആ കാര്യത്തിൽ സ്ഥിരീകരണമില്ല. എന്താണെങ്കിലും ഇപ്പോൾ ആന നിൽക്കുന്നത്, ഇപ്പോഴും ഈ ഏറ്റവും ഒടുവിൽ എനിക്ക് ലഭിച്ച വിവരത്തിലും ആന നിൽക്കുന്നത് സ്വകാര്യ ഭൂമിയിലാണ്. പക്ഷേ വനത്തിൽ നിന്ന് വളരെ അടുത്താണെന്ന് പറയുന്നു. അവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആളുകളെ മാറ്റിയിട്ടുണ്ട്. പോലീസ് കാവൽ അല്പസമയം മുമ്പ് ഞാൻ ഈ നിൽക്കുന്ന വീടിന് മുന്നിൽ കൂടി ഒരു ബസ് നിറയെ പോലീസ് പോകുന്നുണ്ടായിരുന്നു. പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്, ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ പ്രതിഷേധം നടക്കുന്നത് മാനന്തവാടി നഗരത്തിലാണ്. ജില്ലാ തലത്തിലുള്ള വനം ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. CCF എത്തിയോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ, മന്ത്രി തലത്തിൽ അല്ലെങ്കിൽ വനം മേധാവിമാർ തമ്മിൽ സംസാരിച്ചോ അത്തരം കാര്യങ്ങളിലൊന്നും ഈ ഒരു വിഷയം ഉണ്ടായിട്ട്, നമ്മളിത് ഇന്ന് സംഭവിച്ചതല്ല. ഈ തണ്ണീർക്കൊമ്പൻ്റെ വിഷയം അന്ന് ഘോരഘോരം നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ഇവരൊക്കെ ഇതിൽ പല പ്രതികരണങ്ങളും നൽകിയതാണ്, മന്ത്രി ഉൾപ്പെടെയുള്ളവർ. പക്ഷേ അതിനുശേഷം മറ്റൊരാന കൂടി വയനാടൻ കാടുകളിൽ ഉണ്ട് എന്ന് CCF തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. ആ ആന ഒരു ജനവാസ മേഖലയിൽ ഇറങ്ങി അപകടം ഉണ്ടാക്കാതിരിക്കാൻ വനം വകുപ്പ് എന്ത് ചെയ്തു, സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചേ മതിയാകൂ. പ്രജീഷ്, തീർച്ചയായും കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സംവിധാനങ്ങളുടെ പിഴവ് ആരോപിച്ചുകൊണ്ടാണ് ജനങ്ങൾ മൃതദേഹവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത്.